ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മീനുവിൻ്റെ അർജുൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനു അങ്ങനെ സോഫയിൽ കിടന്നിങ്ങനെ പതുക്കി ഇങ്ങനെ മയങ്ങണ സമയത്ത് അർജുൻ അടുത്തേക്ക് വരുന്നുണ്ട്. ആഹാ, താനത് എവിടെ കിടന്നുറങ്ങണം, റൂമിൽ എന്താ കിടന്നുറങ്ങിക്കൂടെയെന്ന് ചോദിക്കുമ്പോൾ അത് അറിയാതൊന്ന് മയങ്ങിപ്പോയതാ എന്ന് പറയുവാണ്. ഞാൻ വെറുതെ അന്വേഷിച്ചത്, താൻ മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാ. ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ മീനു പറയുന്നുണ്ടില്ല ഭക്ഷണം കഴിച്ചതെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോവാണ് അർജുൻ. അതിനുശേഷം പ്ലേറ്റിൽ ചോറും കറിയും കൈ കഴുകാനൊരു വെള്ളവും കൊണ്ടുവരുന്നുണ്ട്. മീനിനെ കൊണ്ട് കൈയിനെ കഴുകിപ്പിക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് കാഞ്ചനക്ക് ആകെ ദേഷ്യം വരുക കേട്ടോ. കാഞ്ചന മനസ്സിൽ വിചാരിക്കണം, ഓ കണ്ടാൽ തോന്നുന്നു അവൾ ബെഡ് റെസ്റ്റ് കിടക്കുവാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കുക കേട്ടോ. അതിനുശേഷം കാഞ്ചന നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈയൊക്കെ കഴുകിയതിന് ശേഷം അർജുൻ മീനുടെ കയ്യിൽ പാത്രം കൊടുക്കണം. പാത്രം കൊടുക്കുന്ന മീനുക്ക് അത് കഴിക്കാൻ പറ്റില്ല, കാരണം കൈ ഭയങ്കര വേദന ഉള്ളതുകൊണ്ട് അർജുൻ ചോദിക്കുന്നുണ്ട്, അയ്യോ സോറി, തനിക്ക് കൈ നല്ല വേദനയാണല്ലേ, ഒരു കാര്യം ചെയ്യും അതിങ്ങോട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ടീസ്പൂൺ വെച്ച് ഇളക്കിയിട്ട് മീനുക്ക് പതുക്കെ കൊടുക്കുവാണ്. മീനിൻ്റെ കണ്ണിങ്ങനെ കുളുകൂടാ വെള്ളം വന്നിട്ട് ഒഴുകുക കേട്ടോ. അർജുൻ ചോദിക്കേണ്ടത്, താൻ എന്തിനൊക്കെ അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒന്നുമില്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ എന്ന് പറയുവാണ്. അങ്ങനെ അർജുൻ ഫുഡൊക്കെ കൊടുക്കുവാണ് മീനുവിന്. ആ സമയം കാഞ്ചന രണ്ടിൻ്റെ സ്നേഹപ്രകടനം ഞാനിപ്പോൾ അവസാനിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്, ഇവരുടെ റൂമിലേക്ക്. അതിനുശേഷം മീനു ഈ മുറിവ്, അതായത് കഴുത്തിൽ പറ്റിയ മുറിവിനെ തേക്കുന്ന ഒരു ഓയിൽമെൻറ്റ്, അത് ഒരു മരുന്നുണ്ട് കുപ്പിയിൽ, ആ മരുന്ന് എടുക്കുകയാണ്. അത് ആ മരുന്നിന് മൂടി തന്നിട്ട് അതിൽ എന്തൊക്കെയോ സാധനം എടുത്ത് ഒഴിക്കുകയാട്ടോ കാഞ്ചന. ഇന്ന് എൻ്റെ കഴുത്തിലെ മുറിവ് ഉണങ്ങണം, എനിക്ക് കാണണം, അത് പഴുത്ത് വ്രണം ആവണമെന്ന് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മൂടിയിൽ പൊതിഞ്ഞിട്ട് അവിടെ തന്നെ വെക്കുവാണ്, അലമാര തന്നെ വെക്കുവാണ്. അതിനുശേഷം നമ്മുടെ മീനു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അർജുൻ മീനും കൊണ്ട് പൂജാ റൂമിലേക്ക് പോവാണ്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അർജുൻ പറയുന്നുണ്ട്, നിന്റെ കഴുത്തിൽ താലി ഇല്ലാണ്ടായപ്പോൾ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ മീനു പറയണ്ട, അത് ആ ഒരു ഇത് എനിക്കും തോന്നുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, നമ്മളായിട്ട് മനഃപൂർവ്വം കളഞ്ഞതല്ലല്ലോ, ദൈവനിശ്ചയം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് മീനു പറയുമ്പോൾ അർജുൻ പറയണ്ട, അങ്ങനെയൊന്നും പറയല്ലേടോ, എന്തായാലും തൻ്റെ കഴുത്തിൽ സ്വർണം കൊണ്ട് കെട്ടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, തനിക്കറിയാലോ, വർക്ക്ഷോപ്പിലെ ചേട്ടനോട് ഞാൻ പൈസ ചോദിച്ചാണ്, പക്ഷെ പുള്ളിക്കാരൻ്റെ കയ്യിൽ അത്രയും വലിയൊരു തുകയില്ല, എങ്കിലും കുറച്ച് പൈസ എനിക്ക് തന്നിരുന്നു, ആ പൈസ കൊണ്ട് ഞാൻ താലി മേടിച്ചിട്ടുണ്ട്, മാലയില്ല, മാലയും മഞ്ഞൾ ചരട് കൊണ്ട് തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മീനുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുവാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ മുമ്പിൽ കൈ നീട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് അർജുൻ പറഞ്ഞിട്ട്, താനങ്ങനെ വിഷമിക്കുമെന്ന് വേണ്ട, പണിയെടുത്തിട്ട് ഞാൻ ആ കടം തീർത്തോളാം, ഞാനല്ലെങ്കിൽ ഇപ്പം പണിക്ക് പോകുന്നുണ്ടല്ലോ, തനിക്ക് കുഴപ്പമില്ലല്ലോ മഞ്ഞച്ചിരടായതിൽ എന്ന് പറയുമ്പോൾ മീന് പറയുന്നുണ്ട്, താലി ഇപ്പം സ്വർണ്ണത്തിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമല്ല അർജുൻ, മനസ്സുകൊണ്ടിട്ടാണ് ഒന്നാവേണ്ടത്, അല്ലാണ്ട് താലി എന്നൊക്കെ പറഞ്ഞാൽ സ്വർണ്ണത്തിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയാണ്. ഈ മഞ്ഞച്ചിരട് തന്നെ എനിക്ക് ധാരാളം എന്ന് മീന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ വരുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നീ ഇവിടെ കഴുത്തി താലി കെട്ടാൻ പോവാണോ, ഈ മഞ്ഞച്ചിരട് കുറിച്ച് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മീന് പറഞ്ഞിട്ട്, ചിരടിലല്ല വെച്ച കാര്യം, സ്വർണ്ണത്തിലും ചിരടിലൊന്നും അല്ല കാര്യം, മനസ്സിലാണ് കാര്യം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറയാണ്. ആ സമയത്ത് അർജുൻ പറയണ്ടെങ്കിൽ ഞാൻ ഈ താലി തൻ്റെ കഴുത്തിൽ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മീനു ചിരിച്ചുകൊണ്ട് കെട്ടിക്കോളൂ അർജുൻ എന്ന് പറയുവാണ്. അങ്ങനെ അർജുൻ കഴുത്തിലേക്ക് താലി കെട്ടുവാണ്. അങ്ങനെ 3 കെട്ട് കെട്ടുമ്പോഴേക്കും മീനു പറയുന്നുണ്ട്, അർജുൻ വിഷമമാവരുത്, ഞാൻ ഈ താലി ഊരി വെക്കും കേട്ടോ, കഴുത്തിലെ മുറിവ് ഉണങ്ങുമ്പോൾ ഞാൻ ഇട്ടോളാം, അല്ലെങ്കിൽ കഴുത്തിലെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരിക്കില്ലേ. അപ്പോഴേക്കും അർജുൻ പറയണ്ട, അത് ശരിയാണ്, താനത് ഊരി വെച്ചോ കുഴപ്പമില്ല, മുറിവൊക്കെ ഉണങ്ങി താനൊന്ന് ഓക്കെ ആകുമ്പോൾ മാല ഇട്ടാൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ എന്നാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്, ഇതാണ് ശരിക്കുള്ള കല്യാണം എന്ന് പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, അതേ മുത്തശ്ശ ഇപ്പോഴാണ് ശരിക്കുള്ള കല്യാണം കഴിഞ്ഞതെന്ന് മീനുവും പറയുക കേട്ടോ. അതിനുശേഷം മുത്തശ്ശൻ പോകുന്നുണ്ട്. മീനുക്കും അർജുനും ഭയങ്കര സന്തോഷവുമാണ്. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഓൾമോസ്റ്റ് ഉണ്ടായത്. പിന്നെ നമ്മുടെ അഖിലയുടെ ഭാഗം കാണിക്കേണ്ട, അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് താൻ ഇത്ര ടെൻഷൻ ആവണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഓ മീനുവിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണോ താൻ ടെൻഷൻ ആവണ്ടോ, അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കഴുത്തിലെ മുറിവൊക്കെ ഉണങ്ങി വരുന്നെന്ന് അർജുൻ മോൻ പറഞ്ഞത്, താൻ ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയാണ്. പക്ഷേ നമ്മുടെ മാലുടെ മനസ്സിൽ മൊത്തം അഖിലിനെ കുറിച്ചുള്ള ചിന്തകളാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഭാഗ്യം ഇന്നത്തെ എപ്പിസോഡിൽ ഓൾമോസ്റ്റ് ഉണ്ടായുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, എങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മാക്സിമം ഞാനത് റിവ്യൂ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ബൈ ബൈ.